മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തിപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധർമ്മപ്രധാനമായ യുദ്ധവും വിജയവും എങ്ങനെയാണെന്നാണ് പിന്നെ യുധിഷ്ഠിരൻ ചോദിച്ചത്. ഭീഷ്മ പിതാമഹൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. ധർമ്മപുത്ര, ബലവാനും ധാർമ്മികനുമായ ക്ഷത്രിയൻ ഒരു രാജ്യത്ത് വന്ന് ഞാൻ നിങ്ങളുടെ രാജാവായിരുന്നു നിങ്ങളെ രക്ഷിക്കാം, എനിക്ക് കപ്പം തന്ന് എൻ്റെ രാജ്യത്വത്തെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്ന പക്ഷം അതിനെ ആദരിച്ച് അദ്ദേഹത്തെ പൂജിച്ച് രാജാവായി അംഗീകരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അദ്ദേഹം ഉത്തമ ക്ഷത്രിയനും ബലവാനും ധീരനും ധർമ്മനിഷ്ഠനുമായിരിക്കണം. ഈ വക ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അംഗീകരിക്കേണ്ടത്. എപ്പോഴും ഒരു കാരണവശാലും ക്ഷത്രിയനല്ലാത്ത ഒരാൾക്ക് ഒരു രാജാവ് കീഴൊതുങ്ങരുത്. ക്ഷത്രിയൻ ദുർബലനായതുകൊണ്ടാണ് ക്ഷത്രിയനല്ലാത്തവൻ ശസ്ത്രം ധരിക്കുന്നതും ശാസിക്കാൻ വരുന്നതും. അതൊരിക്കലും ആശാസ്യമായ പ്രവൃത്തിയല്ല. അധർമ്മത്തെ എന്ന പോലെ വിധർമ്മത്തെയും അകറ്റുക തന്നെ വേണം. ധർമ്മപരിപാലനത്തിന് വേണ്ടിയും രാജ്യസംരക്ഷണത്തിന് വേണ്ടിയും സന്ദർഭം വരുമ്പോൾ യുദ്ധം ചെയ്യാൻ മടിക്കരുത്. എന്നാൽ അങ്ങനെ ചെയ്യപ്പെടുന്ന യുദ്ധവും തികച്ചും ധാർമ്മികമായിരിക്കാൻ ശ്രദ്ധിക്കണം. അധർമ്മ പ്രവൃത്തിക്ക് പെട്ടെന്ന് തന്നെ ഫലം കണ്ടേക്കാം. എന്നാൽ ആ ഫലാനുഭൂതി തൽക്കാലം ഗുണമെന്ന് തോന്നിയാലും സ്ഥിരമായി നിലനിൽക്കുന്നതോ സുഖഹേതുവോ അല്ല. അധർമ്മത്തിന്റെ ഫലമായി തീർച്ചയായും അധഃപതനമുണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഏതവസരത്തിലും ധർമ്മത്തെ വിട്ട് ഒന്നും തന്നെ ചെയ്യരുത്. എന്താണ് യുദ്ധത്തിലെ ധർമാധർമ്മങ്ങൾ എന്നാണെങ്കിൽ പറയാം. ഒരിക്കലും ചതിപ്രയോഗം ചെയ്യരുത്. എന്തു ചെയ്യുന്നതും ശത്രുവിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നേരിട്ട് ചെയ്യണം. കൂടാതെ ഏതേതായുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നാണോ നിയമം, അങ്ങനെ മാത്രം പ്രയോഗിച്ചുകൊണ്ടായിരിക്കണം യുദ്ധം. പിന്നെ എതിരാളി ഏത് രൂപത്തിലാണോ തന്നോട് എതിർക്കുന്നത് അതേ രൂപത്തിൽ തന്നെ അങ്ങോട്ടും എതിർക്കണം. സൈന്യങ്ങളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് വന്ന ഒരാളോട് സൈന്യത്തോടുകൂടി എതിർക്കുകയോ സൈന്യങ്ങളോടുകൂടി വന്ന ശത്രുവിനോട് ഒറ്റയ്ക്ക് എതിർക്കുകയോ ചെയ്യരുത്. കൂടാതെ വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ഐക്യരൂപമുണ്ടാവണം. വീണ്ടും ഭീഷ്മപിതാമഹൻ പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, അധാർമികമായ വിജയം ഒരു വിജയമല്ല. അതിൽ പൗരുഷമില്ല. ചതിച്ചോ കള്ളത്തരം കാണിച്ചോ ശത്രുവിനെ കീഴൊതുക്കി സമ്പാദിക്കുന്ന രാജ്യമോ സമ്പത്തോ നിലനിൽക്കാൻ പോകുന്നില്ല. ദുഃഖവും ദുർയശസ്സുമല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് കിട്ടാനും പോകുന്നില്ല. ഉത്തമനായ ക്ഷത്രിയൻ ഒരിക്കലും അങ്ങനെയുള്ള സമ്പത്തിനെ ആഗ്രഹിക്കില്ല. ശത്രുവിനോട് നേരിട്ട് നിന്ന് ധർമ്മം തെറ്റാതെ യുദ്ധം ചെയ്ത് വിജയിക്കണം. അതാണ് പൗരുഷം. ശത്രു തന്റെ ദൗർബല്യത്തെ ബോധിച്ച് കീഴൊതുങ്ങുന്ന പക്ഷം പിന്നീട് ഏതൊരു പ്രകാരത്തിലും അയാളെ എതിർക്കരുത്. മാന്യമായ നിലയിൽ രക്ഷിക്കുകയും വേണം. ഏതൊരവസരത്തിലും ധർമ്മത്തെ അണുപോലും തെറ്റിക്കാൻ ഇടവരരുത്. ധർമ്മമാണ് ക്ഷത്രിയന്റെ ഏറ്റവും വലിയ ശക്തി. ആയുധങ്ങളും സൈന്യങ്ങളുമൊക്കെ ധർമ്മത്തെ പാലിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ഏതവസരത്തിലും എന്ത് കാരണവശാലും ക്ഷത്രിയനല്ലാത്ത ഒരാളോട് യുദ്ധം ചെയ്യാൻ ഇടയാവുകയും അരുത്. ക്ഷത്രിയരല്ലാത്തവരോട് യുദ്ധം ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടായാലും കടുത്ത അധർമ്മമാണ്. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ ഗുരുവാണ്. ഇതര വർണ്ണങ്ങൾ ക്ഷത്രിയന് വിധേയന്മാരാണ്. പിന്നെ ക്ഷത്രിയനോടല്ലാതെ മറ്റാരോട് യുദ്ധം ചെയ്യും? അതുപോലെ ക്ഷത്രിയരല്ലാത്തവരെ യുദ്ധശാസ്ത്രം അഭ്യസിപ്പിക്കുകയും ചെയ്യരുത്. അതിന്റെ ആവശ്യമില്ല. അത് അധർമ്മവുമാണ്. ആരുടെ രാജ്യത്താണോ പ്രജകളൊക്കെ സന്തുഷ്ടന്മാരും സംതൃപ്തന്മാരുമായി ഇരിക്കുന്നത്, ഓരോരുത്തരും അവരുടെ ധർമ്മത്തെ തെറ്റുകൂടാതെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, ആ രാജാവ് സുഖിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ യശസ് കൊണ്ട് ലോകം നിറയാനുമിടയാകുന്നു. ഇത്രയും കേട്ട യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, പിതാമഹ, വാസ്തവത്തിൽ ഈ ക്ഷാത്രധർമ്മത്തോളം നിജമായ മറ്റെന്തൊരു ധർമ്മമാണുള്ളത്? കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എത്രയെത്ര ജനങ്ങളെയാണ് ഒരു ക്ഷത്രിയൻ കൊല്ലുന്നത്? യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും എത്ര മനുഷ്യരെയാണ് കൊല്ലുന്നത്? ജനങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഒരു ക്ഷത്രിയൻ ജീവിക്കുന്നതെന്ന് പോലും സംശയിച്ചാൽ തെറ്റില്ല. ഇങ്ങനെ കണക്കില്ലാതെ ഹിംസകളൊക്കെ ചെയ്തിട്ട് അയാൾക്ക് എന്താണ് കിട്ടുന്നത്? ഏതൊരു ലോകത്തിന്റെ പ്രാപ്തിക്കാണ്
ഈ ഹിംസകളൊക്കെ ചെയ്യുന്നത് എന്ന യുധിഷ്ഠിരന്റെ ചോദ്യത്തെ ശ്രദ്ധയോടെ കേട്ട പിതാമഹൻ അതിന് മറുപടി പറയാൻ തുടങ്ങി. കുന്തിപുത്ര, പൗരുഷശാലിയും ധർമ്മനിരതനുമായ ഒരു ക്ഷത്രിയന് അനേകം ജനങ്ങളെ കൊല്ലേണ്ടി വന്നേക്കാം. എന്നാൽ അതൊന്നും കൊല്ലാൻ വേണ്ടി കൊല്ലുകയല്ല, പ്രത്യേക സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയും കൊല്ലുകയല്ല എന്ന് ധരിക്കണം. ദുഷ്ടന്മാരെ കൊല്ലുന്നതോടൊപ്പം സജ്ജനങ്ങളെ രക്ഷിക്കുന്നുമുണ്ട്. സജ്ജന സംരക്ഷണവും ധർമ്മപരിപാലനവും രാജാക്കന്മാർക്കൊഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. യജ്ഞം, തപസ്, ദാനം എന്നിവയും രാജധർമ്മങ്ങൾ തന്നെയാണ്. അവയെ വിധിയാവണ്ണം നിർവഹിക്കുന്നുവെങ്കിൽ എല്ലാ ദോഷങ്ങളും അവ കൊണ്ട് തന്നെ നീങ്ങും. കൂടാതെ യുദ്ധം ക്ഷത്രിയന് അധർമ്മമല്ലെന്ന് മാത്രമല്ല, ഒഴിക്കാൻ പാടില്ലാത്ത ധർമ്മം കൂടിയാണ്. യജ്ഞാദികളെപ്രകാരം ശ്രേയസ്സിന് കാരണമാകുന്നുവോ അതുപോലെ യുദ്ധവും ക്ഷത്രിയന് ശ്രേയസ്കരമാണ്. എന്നാൽ അനാവശ്യമായോ അധാർമികമായോ ആവരുതെന്ന് മാത്രം. ക്ഷത്രിയന്റെ ആയുധമാണ് ലോകത്തിൽ ധർമ്മത്തെയും സമാധാനത്തെയും നിലനിർത്തുന്നത്. അതിനാൽ ക്ഷത്രിയന് യുദ്ധമോ ജനഹിംസയോ അധർമ്മമോ അനർത്ഥമോ അല്ല, ശ്രേയസ്കരമാണ് താനും. വാസ്തവത്തിൽ ഗ്രഹത്തിൽ കിടന്ന് മരിക്കാൻ തന്നെ ക്ഷത്രിയൻ അർഹതയില്ല. പോർക്കളത്തിൽ പിന്തിരിയാതെ ആയുധം കൊണ്ട് മരിക്കലാണ് ഉത്തമ ക്ഷത്രിയന്റെ ലക്ഷണം. ഗ്രഹത്തിൽ ശയ്യയിൽ കിടന്നും രോഗം പിടിച്ചും ആർത്തനായും മരിക്കുന്നവൻ ക്ഷത്രിയനല്ലെന്ന് പോലും പറയണം. ആയുധം കൊണ്ട് മുറിപ്പെടാതെ ഒരു ക്ഷത്രിയൻ മരിച്ചാൽ അവൻ ഊർധ്വലോകങ്ങളില്ലെന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ പോർക്കളത്തിൽ വീണു മരിക്കുന്നവരെ ഇന്ദ്രാദി ദേവശ്രേഷ്ഠന്മാർ പോലും മാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അവർ സ്വർഗാദി ഊർധ്വലോകങ്ങളിൽ ചിരകാലം സുഖിക്കുകയും ചെയ്യുന്നു. അതിനാൽ ക്ഷാത്രധർമ്മം നീചമാണെന്ന് ധരിക്കരുത്. ദേവത്വവും ഊർധ്വലോകവുമെല്ലാം ക്ഷാത്രധർമ്മികൾക്ക് സ്വാഭാവികമായി വന്നു ചേരുന്നു. കൂടാതെ മറ്റ് ധർമ്മങ്ങൾക്കെല്ലാം ക്ഷാത്രധർമ്മം ആശ്രയമാണ് താനും. ക്ഷാത്രമില്ലാതായി കഴിഞ്ഞാൽ ഒരു ധർമ്മവും ലോകത്തിൽ ശരിക്ക് നടക്കുകയില്ല. ക്ഷാത്രത്തെ ഭയപ്പെട്ടിട്ടാണ് മറ്റു ധർമ്മങ്ങൾ നിലനിൽക്കുന്നത്. എവിടെ വെച്ചായാലും എപ്പോഴായാലും പോർക്കളത്തിൽ വീണ് മരിക്കുന്ന ക്ഷത്രിയൻ സ്വർഗലോകത്തിന് അവകാശിയായിത്തീരുന്നു. ധർമ്മത്തിന് വേണ്ടി പൗരുഷത്തോടുകൂടി യുദ്ധം ചെയ്ത് ശത്രുക്കളുടെ ആയുധമേറ്റ് വീണ് മരിക്കുന്ന യോദ്ധാക്കൾക്ക് ഏതേത് ലോകങ്ങളൊക്കെയാണ് അവകാശമായിരിക്കുന്നത് എന്ന് വീണ്ടും യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചതിന് ഭീഷ്മൻ മറുപടി പറയുകയാണ്. അവരവരുടെ പുണ്യത്തിനനുസരിച്ച് ഓരോരുത്തരും ഊർധ്വലോകങ്ങളിൽ പലതും അവകാശപ്പെട്ടതായി തീരാറുണ്ട്. അതിനുദാഹരണമായി ഞാനൊരു ഇതിഹാസത്തെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. പണ്ട് നാഭാഗപുത്രനായി അംബരീഷൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ചു വന്നു. പൗരുഷം കൊണ്ട് ശത്രുക്കളെയൊക്കെ ജയിച്ച് തന്റെ യശസ് ലോകം മുഴുവൻ പരത്തി പല യജ്ഞങ്ങളെയും അദ്ദേഹം ആചരിച്ചു. ഒരിക്കൽ അശ്വമേധം നടത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം യജ്ഞദീക്ഷ വരിച്ച് ക്രിയാഭാഗങ്ങളിൽ വ്യാപൃതനായി. അപ്പോഴാണ് പ്രബലന്മാരായ 3 രാക്ഷസന്മാർ അസംഖ്യം രാക്ഷസ സൈന്യങ്ങളോടുകൂടി വന്ന് രാജ്യത്തെ ആക്രമിച്ചത്. പ്രജകളിൽ അനേകം ആളുകളെ അവർ ബന്ധിയായി പിടിച്ചു. പ്രജകളുടെ ആർത്തനാദം കേട്ട് വിവരമറിഞ്ഞ മഹാരാജാവ് സുദേവൻ എന്ന തന്റെ സേനാനായകനെ വിളിച്ച് ധാരാളം സൈന്യങ്ങളോടുകൂടി പോയി രാക്ഷസന്മാരെ കൊന്ന് പ്രജകളെ മോചിപ്പിക്കാൻ കൽപ്പിച്ചു. രാക്ഷസന്മാരെ കൊന്ന് ജനങ്ങളെ സ്വതന്ത്രരാക്കി വിട്ടല്ലാതെ രാജ്യത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് പോലും കൽപ്പിച്ചയച്ചു. സുദേവൻ രാജകൽപ്പനയെ മാനിച്ച് സൈന്യങ്ങളോടുകൂടി രാക്ഷസന്മാരോട് യുദ്ധത്തിന് ചെന്നു. പക്ഷേ രാക്ഷസ സൈന്യത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു. തന്റെ സൈന്യങ്ങളെ കൊണ്ട് അവരെ ജയിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ശത്രുവിനെ ജയിക്കാതെ മടങ്ങി വരരുതെന്ന് മഹാരാജാവ് കൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥിതിക്ക് മടങ്ങാനും നിവർത്തിയില്ല. ഏതായാലും അദ്ദേഹം തന്റെ സൈന്യങ്ങളെയൊക്കെ മടക്കി പറഞ്ഞയച്ചു. കാട്ടിൽ ഏകാന്തമായ സ്ഥലത്ത് ചെന്നിരുന്ന് ശ്രീ രുദ്രദേവനെ ഉപാസിക്കാൻ തുടങ്ങി. വളരെ സമയം കഴിഞ്ഞിട്ടും ഭഗവാന്റെ ദർശനം കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ തന്റെ ശിരസ് താൻ തന്നെ വെട്ടി മരിക്കാൻ തീർച്ചപ്പെടുത്തി. വാളെടുത്ത് കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോഴേക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സുദേവനെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. വരം കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ സുദേവൻ തന്റെ വിഷമങ്ങളെയെല്ലാം അറിയിച്ചു. എങ്ങനെയും രാക്ഷസന്മാരെയും അവരുടെ സൈന്യങ്ങളെയും കൊല്ലാനുള്ള വരമാണ് അദ്ദേഹം ചോദിച്ചത്. രുദ്രഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ദിവ്യമായൊരു രഥം കൊടുത്തു. ആ രഥത്തിൽ കയറി യുദ്ധം ചെയ്താൽ എല്ലാ ശത്രുക്കളെയും ജയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മറയുകയും ചെയ്തു. സേനാനായകനായ സുദേവൻ
ഭഗവാൻ കൊടുത്തതായ തേരിൽ കയറി രാക്ഷസന്മാരോട് യുദ്ധത്തിന് പോയി. അദ്ദേഹത്തിന് രാക്ഷസ സൈന്യങ്ങളെ മുഴുവൻ കൊല്ലാൻ കഴിഞ്ഞു. അവസാനം രാക്ഷസ പ്രമാണികളെയും കൊന്നുവെങ്കിലും അദ്ദേഹവും മരിച്ചു. പോർക്കളത്തിൽ വീണു മരിച്ച മഹാപൗരുഷശാലിയും ധർമ്മിഷ്ഠനുമായ സുദേവനെ ദേവന്മാർ വിമാനത്തിൽ കയറ്റി ഊർധ്വലോകത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഈ സമയമായപ്പോഴേക്ക് അംബരീഷ രാജാവിന്റെ അശ്വമേധം കഴിഞ്ഞ് അദ്ദേഹവും മരിച്ചു. ദിവ്യ വിമാനത്തിൽ കയറി അദ്ദേഹവും സ്വർഗലോകത്തെത്തി. അങ്ങനെ അംബരീഷ രാജാവ് മരണാനന്തരം പുണ്യാതിരേകത്താൽ സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് സുദേവന്റെ ആദിത്യപ്രകാശം പോലെ ഉജ്ജ്വലമായ വിമാനം ആ വഴിക്ക് മേലോട്ട് പോയത്. അംബരീഷ രാജാവ് അദ്ദേഹത്തെ കണ്ടു. തന്റെ സേനാനായകനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. തന്നെയും അതിക്രമിച്ച് ഊർധ്വലോകത്തേക്ക് പോകുന്ന സുദേവന് ഇത്രയധികം പുണ്യവൃദ്ധി എങ്ങനെ ഉണ്ടായെന്നറിയാതെ അംബരീഷൻ ഇന്ദ്രനോട് ചോദിച്ചു. അപ്പോൾ ഇന്ദ്രൻ സുദേവന്റെ യുദ്ധയജ്ഞത്തിന്റെ കഥ വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. ആ രാക്ഷസന്മാരോടുള്ള യുദ്ധമാണ് സുദേവനെ ഇത്രയും വലിയ പുണ്യശാലിയാക്കി തീർത്തതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പൗരുഷശാലികളായ യോദ്ധാക്കൾക്ക് അവരുടെ യുദ്ധസമ്പ്രദായത്തിനനുസരിച്ച് പുണ്യവൃദ്ധിയും ഊർധ്വലോകപ്രാപ്തിയും ഉണ്ടാകുന്നുവെന്ന് ഈ ഇതിഹാസം വ്യക്തമാക്കുന്നുണ്ടല്ലോ. അതിനാൽ ധാർമ്മികമായ യുദ്ധം ക്ഷത്രിയരെ ഊർധ്വലോകങ്ങൾക്ക് അധികാരിയാക്കുന്നുവെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.